വചനജായ 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 വചനജായ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളൊരു സംഭവം കാണുന്നു. യേശു ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ യാത്രാമധ്യേ ഒരാൾ വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ്. യേശു അതിന് പറയുന്നൊരു മറുപടി ഇതാണ്: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാതെ ആർക്കും രക്ഷയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, യേശു ജെറൂസലേമിലേക്കുള്ള യാത്രാമധ്യയാണ് ഇത്തരത്തിലുള്ള പല പ്രബോധനങ്ങളും നൽകിയിട്ടുള്ളത്. ആ സമയത്ത് വിജാതീയരായിട്ടുള്ള ആളുകളും യഹൂദരും പാവപ്പെട്ടവരും ധനികരും എന്ന് വേണ്ട എല്ലാ തരം ആളുകളും, രോഗികളും പിശാചുബാധിതരും ഒക്കെ യേശുവിനെ സമീപിക്കുന്നുണ്ട്. അവരെയൊക്കെ പഠിപ്പിച്ചും അവരെ സുഖപ്പെടുത്തിയും അവർക്ക് പ്രബോധനങ്ങൾ നൽകിയൊക്കെയാണ് യേശു അവരെ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം അക്കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുകയാണ്, രക്ഷിക്കപ്പെട്ടവർ ചുരുക്കമാണ്. അങ്ങനെ ചോദിക്കുന്നതിനൊരു പശ്ചാത്തലം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗലീലി എന്ന് പറയുന്ന ദേശത്ത് ഉള്ളവർക്ക് രക്ഷയില്ല എന്ന ഒരു പൊതുധാരണ ജെറൂസലേം കേന്ദ്രമാക്കി വസിക്കുന്ന ആളുകൾക്കുണ്ട്. പൊതുവേ ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ യൂദ ദേശവും ഗലീലി ദേശവും അങ്ങനെ 2 ദേശങ്ങളാണ്. യൂദാദേശം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹൈ നോബിൾ ആയിട്ടുള്ള ആളുകൾ, അവർ ധനികരാണ്, അവർ വിദ്യാഭ്യാസമുള്ളവരാണ്, അവിടെ സമൂഹത്തിലെ ഒരു ഉന്നതരാണ്. ജെറൂസലേം ദേവാലയം ജെറൂസലേമിലാണ്, അതുപോലെ തന്നെ രാജകൊട്ടാരം ജെറൂസലേം കേന്ദ്രമാക്കിയാണ്. അപ്പോൾ ഏതാണ്ട് ആ യൂദയ ദേശം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉന്നതയിൽ നിൽക്കുന്ന മനുഷ്യരുടെ ഒരു സമൂഹമാണ്. അതേസമയം ഗലീലി എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. അവിടെ പാവപ്പെട്ട മനുഷ്യരാണ്, അവിടെ എല്ലാത്തരം സാധാരണ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഗലീലിയിലെ നസ്രത്തിലാണ് യേശു വളരുന്നത്. യൂദയായിൽ ബെത്ലഹേമിൽ ജനിച്ചെങ്കിലും യേശു വളരുന്നത് നസ്രത്തിലാണ്. എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട, അതുപോലെ തന്നെ അജ്ഞരായ, സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരെന്ന് വിചാരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് യേശു വളർന്നു വന്നത്. ഈ ഗലീലി ദേശത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ യഹൂദർ മാത്രമല്ല, അവിടെ എല്ലാത്തരം ആളുകളുണ്ട്. അവിടെ വിജാതീയർ ധാരാളമുണ്ട്. അപ്പോൾ വിജാതീയരും ഈ പറയുന്ന യഹൂദരൊക്കെ ഒരുമിച്ച് മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഗലീലി എന്ന് പറയുക. യേശു അവിടെ വളർന്നു എന്ന് മാത്രമല്ല, യേശുവിൻ്റെ സുഹൃത്തുക്കളെല്ലാം ഗലീലിലുള്ള മനുഷ്യരാണ്. യേശുവിൻ്റെ അപ്പോസ്തലന്മാരെല്ലാവരും, യേശു വിളിച്ചത് യൂദയായിലുള്ള സമ്പന്നരെയോ അല്ലെങ്കിൽ നോബിളായിട്ടുള്ള ആളുകളെയോ അല്ലെങ്കിൽ നിയമങ്ങൾ അറിയാവുന്നവർ എന്ന് സ്വയം വിചാരിക്കുന്നവരോ അങ്ങനെ കൂട്ടത്തിൽ നിന്നാരുമല്ല യേശു വിളിച്ചത്. മറിച്ച് പാവപ്പെട്ട മനുഷ്യൻ, എന്താ പറയുക, മീൻപിടുത്തക്കാരായ സാധാരണ മനുഷ്യരെയാണ് യേശു വിളിക്കുക. അവരുടെ കൂടെയാണ് യേശു ഭക്ഷണം കഴിക്കുക, അവരോടുകൂടെയാണ് യേശു ഇടപഴകുക. അവർക്ക് വേണ്ടിയാണ് യേശു ആദ്യകാലത്തിലുള്ള അത്ഭുതങ്ങളെല്ലാം, കൂടുതലായിട്ടുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അവരോടാണ് യേശു കൂടുതലായിട്ടുള്ള പ്രബോധനങ്ങൾ നൽകിയിട്ടുള്ളത്. കൂടുതലായിട്ടും അവരെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളും ധൈര്യപ്പെടുത്തുന്ന വചനങ്ങളും ഒക്കെയാണ് യേശു കൊടുക്കുക. അതേസമയം ജെറൂസലേമിൽ എത്തിക്കഴിഞ്ഞാൽ യേശുവിൻ്റെ ഭാഷയിൽ അല്പം വ്യത്യാസമുണ്ട്. കാരണം അവരോട് യേശു അത്ര ലളിതമായിട്ടല്ല സംസാരിക്കുക, അവരോട് ഇത്തിരി കഠിനമായ ഭാഷയിൽ യേശു സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഗലീലി എന്ന് പറയുന്ന ദേശത്തും അവിടെ നിന്നുള്ള യാത്രയിലുടനീളം യേശു കണ്ടുമുട്ടുന്ന മനുഷ്യർക്ക് രക്ഷയില്ല എന്ന് പൊതുവേ വിചാരിക്കുന്ന ജെറൂസലേമിൽ വസിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഈ ഗലീലിക്കാരവർ വിളിക്കുന്നത് വിജാതീയ ഗലീലി എന്നാണ്, ജെൻഡൈൽ ഗലീലി. കാരണം അവരെ ഒരു യഹൂദരായിട്ട് പോലും ആ യഹൂദ വിഭാഗത്തെ മറ്റുള്ളവർ പരിഗണിക്കാറില്ല. അവരൊക്കെ ആർക്കും രക്ഷയില്ല, അവർ രക്ഷിക്കപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്നവരാണ്. യേശുവിനെ അവർ ഗലീലയൻ എന്ന് വിളിച്ചത് പരിഹസിച്ചുകൊണ്ടാണ്. യേശു പാവപ്പെട്ടവരുടെ കൂടെ അല്ലെങ്കിൽ പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, അവരോടുകൂടെ ഇടപഴകുന്നു എന്നൊക്കെ അവർ പറയുന്നത് യേശു ഗലീലിക്കാരനായതുകൊണ്ടുകൂടിയാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഈ സുവിശേഷ ഭാഗത്തെ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന് പറഞ്ഞാൽ യൂദയായിലുള്ളവരൊക്കെ രക്ഷിക്കപ്പെട്ടവരും ഗലീലയിലുള്ളവർക്ക് രക്ഷയില്ലാത്തവരും എന്നുള്ള ഒരു പൊതുധാരണ മനസ്സിൽ വെച്ചുകൊണ്ടുകൂടിയാണ് ഈ ചോദ്യം. പക്ഷേ യേശു പറയുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാതെ രക്ഷയില്ല എന്നുള്ളതാണ്. എന്താണ് ഇടുങ്ങിയ വാതിൽ? ഗ്രീക്കിൽ അതിൽ ഉപയോഗിക്കുന്ന വാക്ക് തിൽബോ എന്നുള്ളതാണ്. ഇടുങ്ങിയ വാതിൽ എന്ന് പറഞ്ഞാൽ നേരിയ വാതിൽ എന്നുള്ള അർത്ഥം മാത്രമല്ല, സഹനവും വേദനയും അനുഭവിക്കുന്ന വാതിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒരു കഷ്ടപ്പാടിലൂടെ ജീവിക്കുന്ന, വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു പാത. അത് യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ, കുരിശും വഹിച്ചുകൊണ്ട് വരട്ടെ എന്ന് യേശു പറയുന്നുണ്ട്. അതാണ് ഇടുങ്ങിയ പാത എന്ന് പറയുന്നത്. വേദനയുടെ, സഹനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ ഒക്കെ പാതയാണ്.
അത് ദാരിദ്ര്യത്തിൻ്റെ വേദി. അതുകൊണ്ടാണ് ദരിദ്രർ ഭാഗ്യവാന്മാരാണെന്നും വിലപിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്നും ഒക്കെ യേശു പറയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർ എന്ന് യേശു വിചാരിക്കുന്നത്, അല്ലെങ്കിൽ യേശു പഠിപ്പിക്കുന്നത്, ഈ ഗലീലി ദേശത്ത് മാനസാന്തരത്തിനായിട്ട് ആഗ്രഹിക്കുന്ന, തങ്ങൾ പാപികളാണെന്ന് ചിന്തിച്ച് രക്ഷയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തിനാണ് കൂടുതൽ എളുപ്പം എന്ന് യേശു പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളോ വേദനകളോ നൊമ്പരങ്ങളോ ഇതൊന്നും അത് നമുക്ക് ഒരു ശിക്ഷയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നാശമായിട്ടോ കാണാതെ, മറിച്ച് അത് ദൈവത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ളൊരു പാതയായിട്ട് കാണണമെന്ന് യേശു പറയുകയാണ്. അവിടെ നമ്മൾ ആത്മസംയമനം പാലിക്കേണ്ടി വരുന്നു, അനുരഞ്ജനത്തിൻ്റെ മേഖലകൾ കണ്ടെത്തേണ്ടി വരുന്നു. അതാണ് ഇടുങ്ങിയ വാതിൽ എന്നതുകൊണ്ട് യേശു ഉദ്ദേശിക്കുക. അപ്പോൾ വിശാലമായൊരു വാതിലുണ്ടെന്ന് യേശു അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ആ വിശാലമായ വാതിൽ എന്ന് പറയുന്നത് ലോകം മുന്നോട്ട് വയ്ക്കുന്ന വാതിലാണ്. ലോകത്തിൻ്റെ സമൃദ്ധി, ലോകത്തിൻ്റെ സന്തോഷം, ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ ഒക്കെയാണ് വിശാലമായ വാതിൽ എന്ന് പറയുക. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വാതിൽ. അതുകൊണ്ടാണ് ആബേലും ആബേലും തമ്മിലുള്ള ആ സംഭവത്തിൽ കായേനെ യേശു ദൈവം കർത്താവായ ദൈവം ഉപദേശിക്കുന്നുണ്ട്, പാപം വാതിൽക്കൽ തന്നെ പടിയിരിപ്പുണ്ട് എന്നുള്ളത്. അപ്പോൾ പാപം നിൻ്റെ വാതിൽക്കൽ തന്നെ പടിയിരിപ്പുണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിധത്തിൽ പാപത്തിൻ്റെ വഴികൾ വളരെ വിശാലമായ ഒരു അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാനുള്ള താല്പര്യം അത് ജനിക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു വേദന സഹനം ഏറ്റെടുക്കാനുള്ളൊരു മനസ്സിൻ്റെ സമർപ്പണമാണ്. അതാണ് യേശു പറയുക. യേശു ഒപ്പം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനാണ് ആടുകളുടെ വാതിൽ. അത് യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നല്ല ഇടയനെക്കുറിച്ചും ആടുകളുടെ വാതിലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, ഞാനാണ് ആടുകളുടെ വാതിൽ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കൽ എത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് വാതിലിൽ വന്ന് മുട്ടിയാൽ അത് തുറക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത്. ഞാൻ നിങ്ങൾ അറിയുന്നില്ല എന്ന് പറയും. കാരണം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നവർക്ക് മാത്രമാണ് കർത്താവ് വാതിൽ തുറന്നു കൊടുക്കുക, യേശുവാവുന്ന വാതിൽ തുറക്കപ്പെടുക എന്നുള്ളത് യേശു വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഒരു വിധത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാനുള്ള ഒരു താല്പര്യവും അതിനുള്ള ഒരു സമർപ്പണമൊക്കെ നമുക്ക് ആവശ്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരോട് അവരുടെ വേദനകളിൽ പങ്കുചേരുക, അതിനുവേണ്ടി നമ്മളെടുക്കുന്ന സഹനം അത് വളരെ വിലപ്പെട്ടതാണ്. ലീമായിലെ വിശുദ്ധ റോസായുടെ തിരുനാൾ നമ്മൾ ഓഗസ്റ്റ് 23-ന് ആഘോഷിക്കുന്നുണ്ട്. ഈ ലീമായിലെ വിശുദ്ധ റോസായുടെ ഒരു പ്രത്യേകത ദൈവങ്ങൾ ചോദിച്ചു വാങ്ങിയ വിശുദ്ധ എന്നാണ്. ജീവിതത്തിൽ സഹനത്തിൻ്റെ മൂല്യം എന്തെന്നും അതിൻ്റെ മാധുര്യം എന്തെന്നും തിരിച്ചറിഞ്ഞ വിശുദ്ധയാണ് ലീമ. ഇത് ലീമായിലെ റോസ മാത്രമല്ല, ധാരാളം വിശുദ്ധർ സഹനത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചവരാണ്. കാരണം സഹനത്തിൽ ദൈവത്തെ കൂടുതൽ രുചിച്ചറിയുന്നു, അനുഭവിച്ചറിയുന്നു എന്നുള്ളതായിരുന്നു അവരുടെ പ്രത്യേകത. ഇപ്പം നമ്മൾ ഈ മിഷൻ കേന്ദ്രങ്ങളിലൊക്കെ പലപ്പോഴും ഈ ദിവസങ്ങളിലൊക്കെ ഛത്തീസ്ഗഡിലും മറ്റുമൊക്കെ ധാരാളമായിട്ടുള്ള പീഡനങ്ങൾ, അതിനുശേഷം ഒറീസയിലുള്ള പീഡനങ്ങൾ, അവിടെയൊക്കെ മാത്രമല്ല ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ നമുക്കറിയാം, അരുണാചലിലും എന്നു വേണ്ട ഒത്തിരി സ്ഥലങ്ങളിൽ ധാരാളമായിട്ടുള്ള പീഡനങ്ങൾ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ നടക്കുന്നുണ്ട്. ആ പീഡനങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് തീക്ഷ്ണതയോടെ ഇവർ വീണ്ടും വീണ്ടും ആ വചനം പ്രഘോഷിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അതിൻ്റെ കാരണം ഇതാണ്, നമുക്ക് മറ്റുള്ള മനുഷ്യരോട് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാതെ വയ്യ, അത് പറയാതിരിക്കാനാവില്ല. അത് നമ്മുടെ മിഷനാണ്, അത് നമ്മുടെ വിളിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഏറ്റെടുക്കുന്ന സഹനം, അതിനെ ഏറ്റെടുക്കുന്ന ആ സമർപ്പണം അത് വളരെ വലുതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കപ്പെടുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അത് സ്വന്തം വീട്ടിലായാലും കൊള്ളാം, സമൂഹത്തിലായാലും കൊള്ളാം, അന്യദേശത്തായാലും കൊള്ളാം. ദൈവസ്നേഹം പങ്കുവയ്ക്കപ്പെടുന്നത് എളുപ്പമല്ല. ആ ദൈവസ്നേഹം പങ്കുവയ്ക്കാൻ നമ്മൾ എടുക്കുന്ന സഹനം അതെന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടെ വെളിച്ചം പകരാനാണ്. യേശുവിൻ്റെ വെളിച്ചം, സുവിശേഷത്തിൻ്റെ വെളിച്ചം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനെ വചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ അടിമത്തം നടക്കുന്ന സ്ഥലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജനസമൂഹത്തെ മുഴുവൻ കീഴിലാക്കി ചവിട്ടി താഴ്ത്തി മേലാളന്മാരെ പോലെ ജീവിക്കുന്നൊരു ജനവിഭാഗമുണ്ട്. ആ മേലാളന്മാരെ പോലെ ജീവിക്കുന്നവരെ എന്നും അടിമകളാക്കി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ അടിമകളായി കഴിയുന്ന മനുഷ്യർ ഒരു പരിധി കഴിഞ്ഞ് അടിമത്തം ആസ്വദിക്കാൻ തുടങ്ങും. ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാനുള്ള താല്പര്യം പോലും അവർക്കുണ്ടാവില്ല. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈജിപ്തിൽ 430 വർഷം അടിമകളായി ഇസ്രായേൽ ജനം കഴിഞ്ഞു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക. ചരിത്രപരമായിട്ട് അത് 210 ആണെങ്കിലും 430 വർഷം അടിമകളായി കഴിഞ്ഞു എന്ന് പറയുന്നു. ഒരു സമയത്ത് മോശ ജനങ്ങളെ മോചിപ്പിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ഈ ജനങ്ങൾ വീണ്ടും
തിരിച്ച് ഈജിപ്തിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അവിടുത്തെ ഇറച്ചിച്ചട്ടുകളുടെ രുചിയെക്കുറിച്ച് അവർ ആസ്വാദനത്തോടെ മോശയോട് പരാതിയായിട്ട് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാനുള്ള താല്പര്യം എന്ന് പറഞ്ഞ് ഇത്രയും കാലം തലമുറകളായിട്ട് അടിമകളായി കഴിഞ്ഞതിൻ്റെ ആ ഒരു അഭിനിവേശം അത് ആസ്വദിക്കാൻ തുടങ്ങുന്നൊരു സാഹചര്യം ജനങ്ങൾക്കുണ്ടായി. അവരടിമകളാണെന്നുള്ള ബോധം അവർക്കില്ലാതെ പോയി. ഒരു വിധത്തിൽ ഈ ഒരു സാഹചര്യം പല മേഖലകളിൽ നടക്കുമ്പോൾ അതിനെ നമ്മൾ എതിർത്തുകൊണ്ട് ആ അടിമത്ത മനോഭാവത്തിൽ നിന്ന് മനുഷ്യരെ അവർ മനുഷ്യരാണെന്നും അവർക്കൊരു മനുഷ്യാന്തസ് ഉണ്ടെന്നും അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും അവർ രക്ഷിക്കപ്പെട്ടവരാണെന്നും അവരെയും ദൈവം സ്നേഹിക്കുന്നുവെന്നും അവർ മറ്റുള്ളവരെ പോലെ തുല്യരാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ്, സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് അത് പറഞ്ഞു കൊടുക്കുന്നതിന് എടുക്കുന്ന ആ വേദന അതിടുങ്ങിയ വാതിലാണ്. മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മൾ എടുക്കുന്ന ഏതൊരു സഹനവും ഇടുങ്ങിയ വാതിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെ ഈ മനുഷ്യരോട് നമ്മൾ പറയുന്നത് സുവിശേഷമാണ്. അതവരെ മാമോദീസ മുക്കി അവരൊക്കെ ക്രിസ്ത്യാനികളാക്കുക എന്നുള്ള ലക്ഷ്യമല്ല. അതിനപ്പുറം ആ മനുഷ്യരുടെ ജീവിതാന്തസ്, മനുഷ്യാന്തസ് അവർക്ക് തിരിച്ചു കൊടുക്കലാണ്. അവരടിമകളല്ല, സ്വതന്ത്രരാണെന്ന് അവരെ പഠിപ്പിക്കലാണ്. അപ്പം അതുകൊണ്ട് അത് എത്ര മതമർദ്ദനം ഉണ്ടായാലും എത്ര സംഘർഷങ്ങൾ വന്നാലും സഭ അത് തുടരും, വിശ്വാസികൾ അത് തുടരും. കാരണം അത് ചെയ്യാതെ നമുക്കാവില്ല, അത് പറയാതെ നമുക്കാവില്ല. ഇത് കർത്താവ് നമ്മെ പഠിപ്പിച്ച പാഠമാണ്. ഇന്നത്തെ ഈ നമ്മൾ വായിക്കുന്ന സുവിശേഷത്തിലെ ഓഗസ്റ്റ് 24 ആദ്യ വായനയിൽ നമുക്കത് കാണാം. അതായത് എല്ലായിടത്തും സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് തന്നെ യേശു ആവർത്തിക്കുകയാണ്, ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാൻ. അപ്പോൾ അങ്ങനെ പ്രഘോഷിക്കാതിരിക്കാൻ നമുക്ക് വയ്യ. കാരണം എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരാളാണ് യേശു. എല്ലാവർക്കും രക്ഷ സാധ്യമാണെന്ന് നമ്മൾ പഠിപ്പിക്കുക തന്നെ വേണം, അറിയിക്കുക തന്നെ വേണം. യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ ഓരോ വ്യക്തികൾക്കും, ഓരോ മനുഷ്യനും വേണ്ടിയിട്ടുള്ള മരണവും, കുരിശുമരണവും, പീഡാസഹനവും, മരണവും, ഉദ്ധാനവും ഒക്കെ അറിയപ്പെടാതെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് കടന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യരോടും ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയണം, അവരുടെ ജീവിത അന്തസ്സിനെ കുറിച്ച് പറയണം, മനുഷ്യ മഹത്വത്തെക്കുറിച്ച് പറയണം, അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയണം. അതിന് ആ സമൂഹത്തിലെ ഉന്നമനത്തിലേക്ക് അവർ വളർത്തിക്കൊണ്ട് അവരെ കൊണ്ടുവരണം. നമ്മൾ ഓർക്കണം, നമ്മുടെ ഭാരതത്തിൽ തന്നെ ഇത്തരത്തിൽ മിഷണറിമാർ വന്ന് നമ്മുടെ മനുഷ്യാന്തസ്സിനെക്കുറിച്ച്, ജീവിതാന്തസ്സിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ മനുഷ്യാന്തസ്സോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. ഇന്ന് ഇത്ര വലിയ സാക്ഷരത്വവും ആരോഗ്യവും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം ഉയരുമായിരുന്നില്ല. കാരണം അന്ന് മിഷണറിമാരെടുത്ത ത്യാഗം, അവർ ആ ഇടുങ്ങിയ വാതിലിലൂടെ സഞ്ചരിക്കാൻ കാണിച്ച താല്പര്യം, അതിൻ്റെ പേരിലാണ് ഇന്നൊക്കെ നമ്മൾ സ്വതന്ത്രരായിട്ട് ഈ കേരളത്തിൽ ജീവിക്കുന്നതെന്ന് ഓർക്കണം. അങ്ങനെ എല്ലാ ഭാഗത്തും, ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും എല്ലാ ഭാഗത്തും സുവിശേഷത്തിൻ്റെ വെളിച്ചമെത്താൻ വേണ്ടി ഇടുങ്ങിയ വാതിലിലൂടെ സഞ്ചരിക്കുന്ന മിഷണറിമാരെ പ്രത്യേകം ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ സഹനത്തിലൂടെ, ഇടുങ്ങിയ വാതിലിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനർത്ഥം, പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവും അവരോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ഏറ്റെടുക്കുന്ന സഹനവുമാണ്. അത് ബന്ധങ്ങളിലായാലും നമ്മുടെ ശുശ്രൂഷ മേഖലകളിലായാലും പ്രവർത്തന മേഖലകളിലായാലും എവിടെയും യേശുനാമത്തിൽ നമ്മൾ എടുക്കുന്ന ഏതൊരു സഹനവും ഇടുങ്ങിയ വാതിലിലൂടെ നമ്മുടെ സഞ്ചാരമാണ്, പാതയാണ്. അതുകൊണ്ട് ആ പാത തന്നെ തിരഞ്ഞെടുത്ത് രക്ഷയിലേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് യേശു ആഗ്രഹിക്കുന്നത്. ഇപ്പം രക്ഷയിലേക്ക് കടന്നു വരാനുള്ള മാർഗമെന്ന് പറയുന്നത് ഇടുങ്ങിയ വാതിലാണ്, സഹനത്തിൻ്റെ, ആത്മസമർപ്പണത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ, മറ്റുള്ളവരെക്കുറിച്ചുള്ള വ്യഗ്രതയുടെ വാതിലാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനജായ 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 വചനജായ